റൂത്ത് 1:16 ഇവിടെ പ്രകടിപ്പിച്ചൊരു ദൈവസ്നേഹമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ദൈവം ആനച്ചെവിയും കൊണ്ടിരിക്കുകയാണ് നിൻ്റെ വർത്തമാനം കേൾക്കാൻ. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് ഒരിക്കൽ തോന്നിയാൽ പിന്നെ ഒരിക്കൽ നീ ആയിരിക്കത്തില്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നറിയാവോ? ഇനി ശേഷം റൂത്തിനെ നയിക്കുന്നത് ആരാണെന്നറിയാവോ? നവോമിയല്ല, അവളെ വിശ്വാസം പ്രഖ്യാപിച്ച് സ്നേഹം പ്രകടിപ്പിച്ച ദൈവമാണ്. അത് വായിക്കണമെങ്കിൽ റൂത്ത് 2:3 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. റൂത്ത് 2:3 അവൾ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപിറക്കി. എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ഇത് നവോമി എത്തിച്ചതല്ല, ഇത് ആരാണെന്നറിയാം? ബോവാസിന്റെ വയലിൽ ഒന്ന് വായിച്ചേ. എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. എത്തിച്ചേർത്തതാ. അവിടെയാണ് പ്രശ്നം. അത് നവോമിയല്ല. അവളെ സ്നേഹിച്ചൊരു ദൈവമില്ലേ? ആ ദൈവത്തിന് നീ സ്നേഹിക്കണ നിന്റെ ദൈവത്തിനറിയാം നീ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന്. കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒരു മർമ്മമാണ്. രാവിലെ ഈശോ എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെ. അല്ല, ഇന്നലെ വരെ എനിക്കത് അറിയത്തില്ല. അതായത് നമ്മളെ ആരും എത്തിച്ചേർക്കുകയല്ല, നമ്മൾ എത്തിച്ചേരുകയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ദൈവം നിന്നെ എത്തിച്ചേർക്കുകയാണ്. നീ എത്തേണ്ട സ്ഥലം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ദൈവപൈതലെ, ദൈവത്തെ നീ സ്നേഹിക്കുക, ദൈവത്തെ നീ സ്നേഹിക്കുക. ശ്രദ്ധിക്കട്ടെ. ഇനി കർത്താവിൻ്റെ ഒരു കൈ കൂടി ഇതിൻ്റെ അകത്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോവാസ് ആരാണെന്ന് നമുക്കറിയാം. എലിമലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ ബോവാസ് ആണ് റൂത്തിനെ, മോവാബുകാരത്തെ റൂത്തിനെ ആ പാടശേഖരത്തിലാണ് ചെല്ലാൻ ദൈവം ഗൈഡ് ചെയ്തത്. എന്നിട്ട് ബോവാസിനെ കുറിച്ച് വന്ന് നവോമിയോട്, അമ്മായിയമ്മയോട് പറഞ്ഞു, ഇന്ന് ബോവാസിൻ്റെ പാടത്തിലാണ് ഞാൻ ചെന്നതെന്ന് പറയും. അപ്പോഴുടനെ നവോമിക്ക് കത്തും. ബോവാസ് നവോമിയുടെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പോൾ നവോമി പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയും. കാര്യം നവോമിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പറയും. നവോമി റൂത്തിനോട് പറയത്തില്ല, പക്ഷേ നവോമിക്ക് മനസ്സിലാകും ദൈവം എങ്ങോട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നതെന്ന്. അവസാനം ബോവാസിനെ കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം നവോമി പറഞ്ഞിട്ട് റൂത്ത് പ്രകടിപ്പിക്കും. അപ്പോൾ ബോവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മകളെ എന്നാ വിളിക്കണം. അപ്പോൾ ഒരു അപ്പൻ്റെ പ്രായമുണ്ടെന്ന് അർത്ഥം, മനസ്സിലായില്ലേ? മകളെ എന്ന് വിളിക്കണേ. ബോവാസ് ആരാ? റൂത്തിന് പ്രായം കുറവാണ്, 10-20 വയസ്സേ ഉള്ളൂ. അയാൾക്ക് 10-60 വയസ്സുണ്ട്. അത് മകളെന്നാ വിളിക്കണം. അപ്പം തന്നെ മനസ്സിലാകണ്ടേ? ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ദൈവം നമ്മോട് പറയാതെ പറയുന്നുണ്ട്. മകളെ, നീ നല്ലവളാണ്, പക്ഷെ നിന്നെ സ്വീകരിക്കാൻ എന്നേക്കാൾ അവകാശമുള്ള ആൾക്കാർ നിൻ്റെ കുടുംബത്തിലുണ്ട്. അതാണ് എന്തൊരു ന്യായമായ ഒരു മനുഷ്യനാണ് അയാൾ. എന്താ പ്രസവജനം? മഹ്ലോൻ, ഇസ്രായേലിൻ്റെ നിയമം എന്താ വെച്ചാൽ, മഹ്ലോൻ ഈ നവോമിയുടെ മകനാണ്. മരിച്ചാൽ അവൻ്റെ വസ്തുക്കൾ കടത്തിപ്പോയതാണ്. അവൻ്റെ വൈഫിനെ സ്വീകരിക്കുന്നവൻ കടത്തിൽ നിന്ന് വസ്തുവിനെ വീണ്ടെടുക്കേണ്ടി വരും. ആ വസ്തുവിനെ വീണ്ടെടുക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ വൈഫിനെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോവാസ് പറയും, നിൻ്റെ കുടുംബത്തിലെ ഞാനല്ല അവകാശി, നിൻ്റെ അവകാശി, നിന്നെ സ്വീകരിക്കേണ്ട ആൾ വേറെയുണ്ട്. അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ രണ്ടാം അവകാശമായിട്ട് എനിക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോ. നാളെ
പട്ടണത്തിലെ പ്രമാണിമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ആളെ നിൻ്റെ അവകാശം, നിൻ്റെ മഹ്റോൻ്റെ സ്ഥാനത്ത് അവൻ്റെ വസ്തു, കുടുംബത്തിൻ്റെ വസ്തുവല്ലേ, അത് വീണ്ടെടുക്കേണ്ടതാണ്, നഷ്ടപ്പെടാൻ പാടില്ല. അത് വീണ്ടെടുക്കേണ്ട ആളിന് അത് വീണ്ടെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കണം. ചോദിച്ച് ഉറപ്പ് വരുത്തണമെന്ന് പറയും. അങ്ങനെ ഉറപ്പ് വരുത്തുമ്പോൾ അയാളെ കണ്ടുപിടിക്കും. ബോസ് പിറ്റേ ദിവസം കണ്ടുപിടിക്കും. അയാളെ കണ്ടുപിടിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് ബാധ്യതയൊക്കെ ഉണ്ട്, തന്നെയല്ല എൻ്റെ കുടുംബത്തിൻ്റെ അവകാശം പോകുന്ന ഒരു പരിപാടിയാണത്, അതുകൊണ്ട് ഞാനതിന് തയ്യാറല്ലെന്ന് പറയും. അങ്ങനെയാണ് ബോവാസ് റൂത്തിനെ കല്യാണം കഴിക്കുകയും മഹ്റോൻ്റെ വസ്തു പണം കൊടുത്ത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് ആ വിഷയം അവസാനിക്കണില്ല. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് കൊണ്ട് തന്നെ പിന്നീട് ദൈവം ഇവളെ അങ്ങ് മകളായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കും. ആ ഒരു വാക്ക് നമ്മുടെ നാക്കുകൊണ്ട് എന്ത് പറയുന്നു, അപ്പോഴാണ് ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണത്. ബോവാസ് റൂത്തുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ നിലയിൽ അവർ സംയോജിച്ച് കഴിയുമ്പോൾ ബൈബിൾ പറയുന്നൊരു വാക്കുണ്ട്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. റൂത്ത് 4:13 ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു, അവൾ അവന്റെ ഭാര്യയായി, അവൻ അവളെ പ്രാപിച്ചു. കർത്താവിന്റെ അനുഗ്രഹത്താൽ അതാണ് പ്രശ്നം. അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. ഇവർക്ക് 60 വയസ്സും 60 വയസ്സും ഇവർക്ക് 16 വയസ്സുമാണ്. ഇവിടെ എന്താ പ്രശ്നം? കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല. കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ലെന്നുണ്ടെങ്കിലും അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞില്ലേ, വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ, അതുകൊണ്ടാണ് റൂത്ത് 4:13 പറയണത് അവൻ അവളെ പ്രാപിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടുണ്ടായ ജൈവശാസ്ത്രപ്രകാരമുള്ള ജഡികസന്തതി അല്ല ജനിച്ചിരിക്കണത്. ആരാ ജനിച്ചിരിക്കണത്? കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. പറഞ്ഞേ, വായിച്ചോളൂ. കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി, കർത്താവിന്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. ഇവിടെ എന്താണ് ഇന്ന് 28-26 വയസ്സുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് 26 വയസ്സ് ആയിട്ട് മക്കളില്ല? പിന്നെ എന്താണ് ഉടമ്പടി എടുക്കുമ്പോൾ മക്കളുണ്ടാകണത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തോട് സാക്ഷ്യം എന്താ? ഒറ്റ ലൈറ്റ് ക്യാൻഡലാണ് 12 കൊല്ലം മക്കൾ കഴിഞ്ഞവർക്ക് ഒറ്റ ലൈറ്റ് ക്യാൻഡലിന് എന്താണ് മക്കളുണ്ടാകണത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായമോ, നിങ്ങൾക്ക് ബീജമുണ്ടോ, അണ്ടമുണ്ടോ, അല്ലെങ്കിൽ ഗർഭപാത്രം ചുരുങ്ങിയതാണോ വലുതാണോ, ഇതൊന്നും കർത്താവിന് പ്രശ്നമല്ല. നിങ്ങളുടെ പ്രായം കവിഞ്ഞവരാണ്, നിങ്ങളുടെ രണ്ടുപേരും പ്രായം കവിഞ്ഞതാണ്, ഇതൊന്നും വേദപുസ്തകം കാര്യമാക്കുന്നില്ല. കാര്യമാക്കണത് എന്താണ്? കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ? കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു മനസ്സില്ലേ, അതാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അഹബ് എന്ന് പറയുന്ന ദൈവസ്നേഹത്തിലാണ് ഉടമ്പടിയുടെ 3 കാര്യങ്ങൾ നടക്കുന്നത്. അഹബിന് ബോവാസിന് വയസ്സെത്രയാണ്? 60 മേൽ വയസ്സാണ്. റൂത്തിന് 20 വയസ്സാണ്. ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകണത്? റൂത്ത് 4:13 അനുസരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. അതിന് റൂത്ത് എന്തുകൊണ്ടാണ്? റൂത്തിന് ആ അനുഗ്രഹം കിട്ടാൻ കാര്യം എന്താണ്? ദൈവത്തോടുള്ള അവളുടെ സ്നേഹമാണ്. അപ്പോഴെന്താണ്? ബോവാസിന് 60 വയസ്സുണ്ട്, മെരിറ്റില്ല. അതാണ് സംഭവം. ഉടമ്പടിയുടെ മെയിൻ സബ്ജക്റ്റാണത്. ബോവാസിന് ഒരു കുട്ടി ഉണ്ടാകാനുള്ള മെരിറ്റില്ല, പ്രായം കവിഞ്ഞ ആളാണ്. പക്ഷേ നോട്ട് ബൈ മെരിറ്റാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, ബട്ട് ബൈ ഗ്രേസ്. അതാണ് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ. അതാണ് 2-3 കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കേണ്ട. ഉടമ്പടി ഒന്നാമതായിട്ട് വർക്ക് ചെയ്യണത് ഗലാത്യർ 5:22 അനുസരിച്ചുള്ള ആഹബ് അനുസരിച്ചാണ്. സ്നേഹം, ദൈവസ്നേഹം അനുസരിച്ച് വർക്ക് ചെയ്യണത്. ദൈവസ്നേഹമാണ്. നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ചെയ്താലും മിനിമം ദൈവസ്നേഹം ഉണ്ടാകണം. ദൈവസ്നേഹത്തിൻ്റെ നിലവാരം കൂടുന്നതനുസരിച്ച് കൊണ്ട് നോട്ട് ബൈ മെറ്റീരിയൽ വർക്ക് ചെയ്യും.
ഇപ്പോൾ മക്കളില്ലാത്തൊരു 10 പേര് കുടുംബങ്ങളിൽ ഒരു ദിവസം ഇവിടെ വരും. പക്ഷേ ഈ മക്കളില്ലാത്തവർ വരുമ്പോൾ നിങ്ങൾ ഓർക്കരുത് അച്ഛൻ്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണമെന്ന്. ആ ചിലപ്പോൾ കുറച്ച് 10-20% ബാക്കി 80% ദൈവസ്നേഹത്തിൽ അവർക്ക് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അവൻ പറയണ പോലെ ചെയ്യുന്ന ഉടമ്പടി പ്രസംഗമെല്ലാം ആഹബ് കൊണ്ടാണ് ടൈം ഷോർട്ടണിങ് ചെയ്യണത്, ആഹബ് കൊണ്ടാണ് ലൈറ്റ് വെയിറ്റിംഗ് ചെയ്യണത്, ആഹബ് കൊണ്ടാണ് ദൈവസ്നേഹം കൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്. കൈയടിച്ച് കർത്താവിനെ എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. സന്തോഷമായി നിൽക്കണം കേട്ടോ. നിങ്ങളെ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകുമല്ലോ. ഈ സമയത്ത് കർത്താവ് ഒത്തിരി പേരെ സുഖപ്പെടുത്തുന്ന എല്ലാവരും വന്ന് സാക്ഷ്യം പറയും. ഇവിടെ മാത്രമല്ല, ഓൺലൈനിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്നവരെ പോലും ഈ സമയത്ത് കർത്താവ് സുഖപ്പെടുത്തും. അതുകൊണ്ട് സന്തോഷമായി വേണം നിൽക്കാൻ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് നിൽക്കണമെന്ന് ഓർക്കണം. 10,000-കണക്കിന് ആരാധന നടന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെട്ട് ഇന്ന് ലോകം മുഴുവനും സുവിശേഷ വേരം നടത്തുന്ന ദൈവത്തിൻ്റെ പുണ്യഭൂമിയിൽ നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നിന്നെ വിളിച്ചത് കർത്താവാണ്. കൈയടിച്ച് കർത്താവ് സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരവേദന ഉള്ളവരെ സന്തോഷത്തോടെ ഉദരത്ത് കൈവെക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യക്കാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗവും വേദനയും നാളെ നിങ്ങളുടെ ചരിത്രം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഉദരവേദന ഉള്ളവരെ, അവരിന് ബ്ലീഡിംഗ് ഉള്ളവരെ അടിവയറ്റി കൈവെക്കണം. RSS ഉള്ളവരും അടിവയറ്റി കൈവെക്കണം. PCOD, അതുപോലെ തന്നെ പിസ്തുല രോഗികൾ എല്ലാവരും, നടുവേദനക്കാർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചെല്ലണം, അല്ലാത്തൊരു സ്തുതിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹായേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ കൽപ്പിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കളെ, ദൈവത്തെ സ്നേഹിക്കുക എന്നായിരുന്നു ഇന്ന് മുഴുവനും ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ മക്കൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഉറപ്പ് വരുത്തണം. ഇനി പുറത്തിറങ്ങുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ഞാൻ ദൈവസ്നേഹത്തോടെ ഉടമ്പടി നിറവേറ്റുമെന്ന് ദൈവത്തോട് പറയുക. എന്നിട്ട് നിങ്ങൾ ശ്വാസകോശ രോഗികളെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കുക. കരൾ രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക. ശരീരത്തിൽ മുഴയുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ഒരു കാര്യം എൻ്റെ മക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് രോഗമില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് രോഗമുണ്ടോ, നിങ്ങൾ കരുതുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ അവർക്ക് രോഗം എവിടെയാണോ ആ ഭാഗം നിങ്ങളുടെ ശരീരത്തിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ദൈവസ്നേഹത്തോടെ സ്തുതിക്കട്ടെ. ഒന്നും സാധ്യമില്ലാത്തവരെ ഈശോ, എല്ലാം സാധ്യമായവരെ ഈശോ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ, ശ്വാസകോശ രോഗികൾ,
ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ഈശോ 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 സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ കഴുകണമേ കർത്താവേ. യേശു ശ്വാസകോശങ്ങൾ കഴുകണ കർത്താവേ. ഹൃദയത്തിൻ്റെ വാൽവുകൾ, ബ്ലോക്കുകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹൃദയത്തിൻ്റെ വാൽവുകൾ, കരളിൻ്റെ വീക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, കിഡ്നി വീക്കങ്ങൾ, കിഡ്നി ചുരുങ്ങുന്നത് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മക്കളെ, ശിരസിൻ്റെ രോഗികളെ ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെയല്ല കേട്ടോ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്നിട്ട് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കളാന്ന് മുൻകൂർ പറഞ്ഞുള്ളൂ. കണ്ണ് കാണാൻ കാഴ്ചക്കുറവുള്ളവരെ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരെ, ചെവി കേൾക്കാൻ പാടില്ലാത്തവരെ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർ, വല്ലാത്ത രീതിയിൽ മുടി കൊഴിഞ്ഞു പോകുന്നവർ, കീമോ എടുത്തതിൻ്റെ പേരിൽ മുടി കൊഴിഞ്ഞു പോകുന്നവർ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളവർ, സൈനസൈറ്റിസിൻ്റെ അസുഖമുള്ളവർ, മൂക്കിൽ ദശ വളരുന്നവർ, എല്ലാവരും തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളവർ, മുഴയുള്ളവർ, പല്ലിന് വേദനയുള്ളവർ, ഇളകി നിൽക്കുന്നവർ, മോണക്ക് പഴുപ്പുള്ളവർ, എല്ലാവരും ശിരസ് കൈവച്ചുകൊണ്ട് ശക്തമായ സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധമായ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശിരോരോഗങ്ങൾ, മാർഗരോഗങ്ങൾ, തിരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ, കാലിലുള്ള കുഴിനഖം ഉൾപ്പെടെ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള മാരക രോഗങ്ങളെയും തിരാവ്യാധികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ശരീരത്തിൽ അകത്തുള്ള ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പോരായ്മകൾ, ഗ്രന്ഥികളുടെ വീക്കം, ഗ്രന്ഥികളെ സ്രാവ് ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥകൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥകൾ, മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്ത ശാരീരിക ജനിതകമായ തകരാറുകൾ എല്ലാം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ വാദരോഗികൾ, അതുപോലെ തന്നെ നടക്കാൻ പാടില്ലാത്തവർ, അസ്ഥി വേദനയുള്ളവർ, അസ്ഥി ദ്രവിക്കുന്നവർ, അസ്ഥി ഉരുക്കമുള്ളവർ, വെള്ളപ്പൊക്കമുള്ളവർ, വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ, പീരീഡ്സ് വന്നാൽ ഒരിക്കലും മാറാതെ ദിവസങ്ങളോളം ബ്ലഡായിട്ട് ബെഡ് പോകുന്നവർ, അതുപോലെ തന്നെ സ്രാവ രോഗങ്ങൾ, മൂത്രമറിയാതെ പോകുന്നവർ, മലമറിയാതെ പോകുന്നവർ, കിടപ്പ് രോഗികൾ, അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് പഴുപ്പ് പോകുന്നവർ, അതുപോലെ തന്നെ എപ്പോഴും ജലദോഷം വിട്ടുമാറാത്തവർ, അലർജി രോഗികൾ, അവിടെയെല്ലാം കൈകളെ സുസ്ഥിക പോലെ വെച്ചുകൊണ്ട് മുഴുവൻ ശരീരത്തെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥത്തിൽ സ്തുതിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവനാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജോലിയില്ലാത്തവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കള്, പ്രത്യേകിച്ച് SLC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, പ്രൊഫഷണൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കള്, മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ,
അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിവാഹം ഒത്തുവരാത്തവരെ, വീടില്ലാത്തവരെ, വിദേശ ജോലിക്ക് വേണ്ടി ഓഫർ ലെറ്റർ വരികയും കറസ്പോണ്ടിങ്ങിൽ ഇരിക്കുന്നവരും പണം കൊടുത്തിട്ട് വിസ ലഭിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വീടില്ലാത്തവർ വിദേശ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ ശമ്പളം കിട്ടുന്നത് അവിടെ തന്നെ ചിലവാക്കാനും വീട്ടിൽ വാടക കൊടുക്കാനും ഭക്ഷണത്തിനുമേ ഉള്ളൂ കാശ്. വീട്ടിലെ കടങ്ങൾ മാറാൻ പറ്റുന്നില്ല, ജോലി ഒഴിയണോ, പുതിയ ജോലി കിട്ടുമോ എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ ജയിലിൽ കിടക്കുന്നവരുണ്ട്, വിദേശത്തും സ്വദേശത്തും പോസ്കോ കേസിൽ പെട്ടവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും തെറ്റായ രീതിയിൽ ഒത്തിരി പേര് പോസ്കോ കേസിൽ പെട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് കണ്ണീര് ഇവിടെ വരും. ചില മരുമക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അമ്മായിയപ്പന്മാരെ മക്കളോടുള്ള അമ്മായിയമ്മയോടുള്ള വൈരാഗ്യം കാരണം മരുമക്കളെ അമ്മായിയപ്പന്മാരെ പോസ്കോ കേസിൽ പെടുത്തും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ദൈവം ഇല്ലെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെയുള്ള പണിയെല്ലാം ചെയ്യണത് നിങ്ങൾ. പക്ഷെ ദൈവം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മരിക്കണമെന്ന് അറിയേണ്ടി വരും. ഒന്നുറങ്ങിയാൽ നേരം വെളുക്കത്തില്ല. അത് ദൈവത്തെ നിരക്കാത്തത് ആര് ചെയ്താലും നീ ഇവിടെ വെച്ച് തന്നെ അത് വീട്ടിൽ തീർക്കേണ്ടി വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. നിൻ്റെ അന്ത്യം ഇന്നത്തോടുകൂടി തുടങ്ങാൻ പോവുകയാണ്. മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് തെറ്റിലും തിരിഞ്ഞു പോകണം. തെറ്റായിട്ടാണ് നീ കേസ് കൊടുത്തിരിക്കുന്നത്, നീ കേസ് പിൻവലിക്കണം. നാണം കെട്ട് പിൻവലിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ തെറ്റ് ചെയ്ത വ്യക്തിയാണ്. വലിയ നാണം കടൽ നിനക്ക് വരാൻ പോകുന്നുണ്ട്. അത് ഉണ്ടാക്കാതിരിക്കാനാണ് ഇപ്പോഴിത് പറയണത്. ഇതൊരു അവസരമാണ്. ആ മാനസാന്തരം എപ്പോഴും അവസരമായിരിക്കും, പ്രത്യേകിച്ച് നോൻപ് കാലത്ത്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, പല തരത്തിലുള്ള വേദനകളിൽ അകപ്പെട്ടിരിക്കുന്നവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, വാടക താമസിക്കുന്നവരെ, വാടക ഒഴിഞ്ഞു പോകാൻ പോകുന്നവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, അങ്ങനെ എല്ലാ വിധത്തിലും വേദന, എല്ലാ വിധത്തിലും വേദന ആശ്വസിപ്പിക്കുന്ന ദൈവമേ, യേശുവിന്റെ നാമത്തില് മാർഗ ദുരിതങ്ങള് മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സാക്ഷിയായി മക്കളെ, മനോരോഗികൾ, നാട് വിട്ടുപോയവരെ, വീട് വിട്ടുപോയവര്, വീട്ടിൽ മിണ്ടാപ്രാണികളെ പോലെ നിശബ്ദരായി ഇരിക്കുന്നവരെ, ഡിപ്രഷൻ രോഗം വന്നുപോയവര്, സംസാരിക്കാത്തവര്, പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ, ജോലി ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാർ, ജോലിക്ക് പോകാതെ വീട്ടിൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്നവരെ, അങ്ങനെ കുറേ മനോപ്രയാസം അനുഭവിക്കുന്നവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവം അവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ നിമിഷം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് അമ്മയുടെ മാധ്യസ്ഥത്താൽ നിങ്ങളുടെ വേദനകൾ ദൈവം ഏറ്റെടുക്കുന്ന, ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ സ്പർശിക്കുമെന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന മാർഗരോഗികൾ, ഓട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, അലർജി രോഗികൾ, എല്ലാ തരത്തിലുള്ള മനോവേദന അനുഭവിക്കുന്നവരെ, ജീവിത വ്യാപാരം അനുഭവിക്കുന്നവരെ, ജീവിത മാർഗമില്ലാത്തവരെ, സാമ്പത്തിക കടങ്ങൾ വന്നുപോയവരെ, ജപ്തി നടപടിക്കാരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അവരുടെ ജീവിത ദുരിതങ്ങൾ വിട്ടു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മക്കളെ, വരുമാന മാർഗം മുട്ടിപ്പോയവര്, വരുമാന മാർഗം ഇല്ലാത്തവര്,
അങ്ങനെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സാമ്പത്തികമായ വലിയ ബാധ്യതകളെ നമുക്ക് കിട്ടാനുള്ളതിനേക്കാൾ കൊടുക്കാനുള്ള അവസ്ഥയിൽ പൊറുതിമുട്ടി ജീവിക്കുന്നവർ, അതുപോലെ തന്നെ ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, വിവാഹ തടസ്സമുള്ളവർ, അതുപോലെ തന്നെ ജോലി തടസ്സമുള്ളവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതികളിൽ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും വെറുപ്പിലും ഇരിക്കുന്നവർ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ലോകാരൂപിയാൽ നയിക്കപ്പെടുന്ന എല്ലാ തിന്മകളെയും നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിച്ച് ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കേണ്ട സമയമാണ്. പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിന് വിശ്വാസം നിരക്കാത്ത, ദൈവത്തിന് നിരക്കാത്ത പ്രണയബന്ധങ്ങൾ അകപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിറച്ച കടങ്ങളുണ്ടെങ്കിൽ അത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിന് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. രോഗം അതുപോലെ തന്നെ രക്തസ്രാവ രോഗികളെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ശ്വാസകോശ രോഗികളെ കർത്താവ് കൈവച്ച് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദേശമുണ്ട്. മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും മേലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. ഇരിക്കുക. അറിയിപ്പുകൾ. എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും അവസരമുണ്ടാകും. ഉടമ്പടി ഒന്നാമത്തെ ബാച്ച് 7 മണിക്കാണ് തുടങ്ങുന്നത്. ഉടമ്പടി പുതുക്കാനുള്ളവരെ ഒന്നാമത്തെ നിലയിലും പുതുതായിട്ട് ഉടമ്പടി എടുക്കാനുള്ളവർ രണ്ടാമത്തെ നിലയിലുമാണ് പോകേണ്ടത്.
ഉടമ്പടി 2ാമത്തെ ബാച്ച് 10:30 മണിക്കാണ്. ഉടമ്പടി 3ാമത്തെ ബാച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക്. 2 മണി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി പിന്നെ ഒരു ബാച്ചില്ല. കാരണം 2 മണിക്ക് ഉടമ്പടിക്ക് പ്രോസസ്സിങ്ങിന് കയറുന്നവർ ഇവിടുന്ന് പോണത് 5:30 മണിക്കാണ്, ചിലപ്പോൾ 6 മണിയുമാകും. അതുകൊണ്ടാണ് പിന്നീട് ബാച്ച് വെക്കാത്തതിൻ്റെ കാര്യം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സമയം ക്രമീകരിക്കുക. അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർ 9447285400 നേരത്തെ വിളിച്ച് എപ്പോഴാണ് കിട്ടണത് അപ്പോൾ വിളിച്ച് അച്ഛനുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്നവർ ആ വിഷയം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള രേഖ കൈ കരുതണം. ഉദാഹരണത്തിന് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന രേഖ, പരീക്ഷയാണെങ്കിൽ ഹോൾ ടിക്കറ്റ്. പരീക്ഷ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽസിൻ്റെ പരീക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ജപ്തി നടപടിയാണെങ്കിൽ ജപ്തി നടപടി രേഖ. ജപ്തി നടപടി എന്നത് ബാങ്ക് നോട്ടീസല്ല കേട്ടോ. ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാവരും കിട്ടുന്നുണ്ട്. അതല്ല, ജപ്തി നോട്ടീസ് എന്ന് പറയുന്നത് ജപ്തി ഇത്രാം തീയതി നിശ്ചയിച്ചെന്ന് പറഞ്ഞുള്ള നോട്ടീസാണ്. ആ നോട്ടീസ് കാണിക്കണം ഓഫീസിൽ, അപ്പോൾ ചീട്ട് കിട്ടുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഓരോ വിഷയത്തിന് ഓരോ ചീട്ടാണ്. അല്ല, ഒരു ചീട്ട് എടുത്തിട്ട് എല്ലാം വിഷയം പറയാൻ പറ്റത്തില്ല. സീരിയസ് വിഷയം പറയാൻ പറ്റത്തുള്ളൂ. പറയാൻ പറ്റത്തില്ല, ആ ചീട്ട് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എന്താണ് അവിടെ പറയണത് ആ ചീട്ട് എഴുതിയിട്ടുണ്ട്. ആ ചീട്ട് ഇവിടെ വെച്ച് സംസാരിക്കാൻ അനുവാദമില്ല. കാരണം നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം അവിടെ എഴുതിയിട്ടുണ്ടാകും. ഞാൻ അങ്ങോട്ട് ചോദിക്കും ചിലപ്പോൾ, അതിന് മറുപടി പറയാം. അല്ലാതെ നിങ്ങൾ ഒരു കാര്യത്തിൽ ചീട്ട് എടുത്തിട്ട് വേറെ കാര്യം പറയാൻ ഇവിടെ സമയം കിട്ടത്തില്ല. വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം. വെള്ളച്ചീട്ടിൽ ജനറൽ കാര്യങ്ങളാണ്. കരിമ്പച്ച ചീട്ടിൽ മക്കളില്ലാത്തവരാണ്. ഓറഞ്ച് ചീട്ടിൽ പരീക്ഷക്കാരാണ്. അവനെ ഡാലിയ യെല്ലോ ചീട്ടിൽ രോഗികളാണ്. ഓരോ ചീട്ടിനും അതിൻ്റെ കളറിങ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു കൊടുത്ത് എഴുതണം. ഇവിടെ വന്നിട്ട് പറയരുത്. ആ ചീട്ട് ഇവിടെ ഞാൻ സംസാരിക്കത്ത് പോലുമില്ല. ആ ചീട്ടും പടിയുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യുക. അലംഭാവമായിട്ട് കൈകാര്യം ചെയ്യരുത്. അപ്പം അങ്ങനെ ഒന്ന് എഴുതിയിട്ട് വേറെ ഒന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇത് ഉഡായിപ്പ് പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കാം. മിണ്ടാതിരുന്ന് പോയാൽ നിങ്ങൾക്ക് നല്ലതാണ്. മിണ്ടിപ്പോയാൽ ഇവിടെ ഒന്ന് എഴുതിയിട്ട് വേറെ ഒന്ന് പറയുമ്പോൾ മനസ്സിലായി ഇത് കള്ളച്ചീട്ടാണെന്ന് മനസ്സിലാകും. അപ്പോൾ അത് അപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. കാശും പോവും, ആ ദിവസവും പോവും. അപ്പം അങ്ങനെ ചെയ്യരുത്. ദൈവദൃശ്യനിധി വ്യാപരിക്കുമ്പോൾ വിശുദ്ധിയോടെയും സത്യമായിട്ടും വിചാരിക്കും. അതിന് ഡ്യൂപ്ലിസിറ്റി, അവിശ്വസ്തത ഒന്നും കാണിക്കരുത്. വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഉടമ്പടി അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളവിടെ കൊണ്ടേ കൊടുത്താൽ ഉടമ്പടി അപ്ഡേറ്റ് ആയിരിക്കണം. ഉടമ്പടി ഇപ്പോൾ 90 ദിവസമാണ് വാഗ്ദാന പേടകത്തിൻ്റെ ബ്ലെസ്സിങ് ടൈം എന്ന് പറഞ്ഞാൽ ബൈബിൾ അനുസരിച്ച്. ആ 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉടമ്പടിയിലല്ല. അതാണ് വിഷയം, ഉടമ്പടിയിലല്ല. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ അത് പുതുക്കിയിട്ട് ഉടമ്പടിയിലാകണം. അത് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത്ര സീരിയസ് വിഷയം ഉണ്ടെങ്കിൽ മാത്രം പുതുക്കിയാൽ മതി. അത് പുതുക്കണം നിർബന്ധമില്ല. പക്ഷേ സീരിയസ് വിഷയമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പുതുക്കാവുന്നതാണ്. പുതുക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങളെ പുതുക്കണമെന്നല്ല പറയണത്, പുതുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടെന്നാണ് പറയണത്. ശ്രദ്ധിക്കുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷ്യങ്ങൾ കേട്ടവർക്ക് മനസ്സിലാകും. ഉടമ്പടി എടുത്ത 90 ദിവസത്തേക്കാളും കൂടുതൽ സാക്ഷ്യങ്ങളും ഗൗരവതരമായ സാക്ഷ്യങ്ങളും ആൾക്കാർ പറയണത് പുതുക്കി കഴിഞ്ഞാൽ. കാര്യം എന്താണ്? ആദ്യത്തെ കാലത്ത് ഒരു ഉടമ്പടി അറിഞ്ഞോ അറിയാതെയൊക്കെ ഉഴപ്പും. പിന്നെയാണ് ഇവർക്ക് സാക്ഷ്യം കേട്ടും വചനം കേട്ടുമൊക്കെ 1 മാസത്തെ 3 ധ്യാനങ്ങൾ കൂടി വരുമ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ഐഡിയ കിട്ടുന്നത്. അങ്ങനെയാണ് അവർ പുതുക്കിയിട്ട് പിന്നെ പുതുക്കലോടുകൂടി അവർ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് വലിയ അടയാളങ്ങൾ കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു വിഷയം ഉടമ്പടി ധ്യാനം കൂടുക മാത്രമല്ല, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാമെന്നും അറിഞ്ഞവരെ ആഴപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഷെയറിങ് മസ്റ്റായിട്ട് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാക്ഷ്യമായാലും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനമായാലും നിങ്ങൾ കൂടിയ ഉടനെ ഷെയർ ചെയ്യണം. എല്ലാ ചൊവ്വാഴ്ചയുമാണ് ഉടമ്പടി അപ്പ് ചെയ്യണത്. സാക്ഷ്യം എല്ലാ ദിവസവും ഉണ്ടാകും. 11 മണിക്കും വൈകുന്നേരം 5 മണിക്കും 2 സമയത്താണ് സാക്ഷ്യം അപ്പ് ചെയ്യണത്. അപ്പം തന്നെ കണ്ട് അപ്പം തന്നെ ഷെയർ ചെയ്ത്. അപ്പോൾ എന്താ വെച്ചാൽ ദൈവത്തിനെ അറിയാത്തവരെ അറിയിക്കുമ്പോൾ നിങ്ങൾ ദൈവവേലക്കാരാണെന്ന് ദൈവത്തെ മനസ്സിലായ തീർച്ചയായിട്ടും അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ബ്രൂത്തിന് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പിന്നെ രോഗികളായിട്ടൊക്കെ വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നുമില്ല. രോഗികളെന്ന് പറഞ്ഞാൽ ആനുകൂല്യമല്ല. അല്ല, എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും. ഭർത്താവ് വന്ന് രോഗിയാകും. അപ്പോൾ രോഗിയായിട്ട് പ്രാർത്ഥിക്കും. അപ്പം നിങ്ങളോർക്കും ഭാര്യ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല,
നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങളെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഇല്ലേ, അത്ര പ്രാവശ്യം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ആ ഉടമ്പടി ഉത്തരവാദിത്തം കൂടി ചെയ്തേക്കണം. കിടപ്പ് രോഗികൾക്ക് മാത്രമേ ഉടമ്പടിയിൽ നിന്ന് റിലീവിങ് ഉള്ളൂ, നടപ്പ് രോഗികൾക്കൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ കയ്യും കെട്ടിയിരുന്നിട്ട് ദൈവത്തിന് അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന രോഗികൾ ആരും ധരിക്കരുത്. ദൈവം സത്യസന്ധനായത് കാരണം ആദ്യകാലങ്ങളിൽ ദൈവം കരുണ കാണിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിരിപ്പ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് തന്നതിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ബൈബിൾ എത്ര പ്രാവശ്യമാണ് തിരിച്ചെടുത്തിരിക്കുന്ന കൃപ. അപ്പോൾ അതിങ്ങനെ ദൈവത്തോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷ്മതയോട് വീഴണം ഇടപെടാൻ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് വിഷയം സംസാരിക്കണത് എന്താ വെച്ചാൽ, ചില ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പരീക്ഷക്കാർ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന മകളാണ്. പക്ഷേ എന്ത് ചെയ്യും, അമ്മയുടെ കൊണ്ട് നിർത്തി അമ്മയുടെ കാണണം എനിക്ക്, അമ്മയെ കണ്ടിട്ട് അമ്മയെ വിളിച്ചെടുത്ത് മകളെയും വെച്ച് നിർത്തിയിട്ട് അമ്മയെടുത്ത ഉടമ്പടി മകളെ കൊണ്ട് ചെയ്യിക്കാവുന്ന എൻ്റെ മുമ്പിൽ നിന്ന് മകളെ ഏക്കണം. അപ്പോഴാണ് മകൾ ഉടമ്പടിയുടെ ഭാഗമാകണത്. അല്ല നിങ്ങളെ കൈനണിയാതെ മീൻ പിടിക്കാവുന്ന ഒന്നും ധരിച്ച് ആലപ്പുഴ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. ഇത് ഉടമ്പടി റിലേഷനാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അതാണ് ഉടമ്പടി എന്ന് പറയണത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. തന്നെയല്ല, നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം ഭംഗിയായിട്ട് ചെയ്യണം. അല്ലാതെ അമ്മയെക്കൊണ്ട് കഷ്ടപ്പാടുള്ള ജോലി ചെയ്തിട്ട് നീ അതിൻ്റെ അത് ക്രീം അടിച്ച് മാറ്റരുത്. ചില ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ, 1ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ കേക്ക് മുറിക്കുമ്പോൾ ആ ബട്ടറെല്ലാം നാക്കി തിന്നേച്ചും കേക്ക് പാവെടുത്ത് കളയും. അതുപോലെ തന്നെ ഉടമ്പടിയുടെ എളുപ്പമുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ടും ബാക്കി അമ്മയും അപ്പനും ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോണ വഴിക്ക് പണി മേടിക്കും, ഒരു സംശയമില്ല. കാര്യം കൈയിരിക്കണ കാപട്യമാണെന്ന് ദൈവത്തിന് അറിയാം. എന്തിനാണ് വെറുതെ ഇല്ലാത്ത എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെയാണ്. ബൈബിൾ പറയുന്ന ഒരു വാക്കുണ്ട്, ദേവാലയത്തിലേക്ക് വരുമ്പോൾ നീ സൂക്ഷ്മതയുള്ള വ്യക്തിയാകണമെന്ന്. ദൈവത്തിൻ്റെ അടുത്ത് വരണമെന്നൊരു ബോധം ഉണ്ടാകണം. അല്ല നിങ്ങളുടെ ഈ മലയാളികളുടെ സ്വതസിദ്ധമായിട്ടുള്ള പാരമ്പര്യമായ ഉടായ്പൊന്നും ദൈവത്തിൻ്റെ അടുത്ത് നടക്കത്തില്ല. കൃത്യമായിട്ട് ഞാൻ പറയുന്നു, അത് വൃത്തിയായിട്ട് ചെയ്യേണ്ട കാര്യം. ഉടമ്പടിയായ കാരണം അത് നിങ്ങളുടെ നിങ്ങളുടെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളുടെ റേഞ്ച് നോക്കിയാൽ മതി. വളരെ ശ്രദ്ധിക്കണം. പിന്നെ സാക്ഷ്യം ചില ആൾക്കാർക്ക് എന്താ പറ്റണമെന്ന് അറിയാമോ, അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം പറയേണ്ടെന്ന്. അങ്ങനെയാണ് താമസിക്കണത്. സാക്ഷ്യം പറയാമെന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തിയാലേ വിശ്വാസത്തെ വളരത്തുള്ളൂ. 4:20 അങ്ങനെയല്ലേ, ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തെ വളരാൻ. നിങ്ങൾക്ക് വളർച്ച വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ സുഖസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റു പറയും. കാര്യം ഇപ്പം നിങ്ങൾ ഓർക്കും, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് ജോലിയില്ല, അതുകൊണ്ട് ഉടമ്പടി എടുക്കാം. അവസാനം പുറത്തൊക്കെ നിങ്ങൾ പറയാൻ പോണത് നിങ്ങൾ പരീക്ഷ എഴുതി ആനെ കൂനെ നിങ്ങളുടെ മെരിട്ട് കൊണ്ടാണ് നിങ്ങൾ കയറി പറ്റിയെന്നൊക്കെ പറയും. ദൈവത്തിനെ പറ്റിച്ച് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവും. കാര്യം ഇനിയും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമല്ല, ഒന്നും ഉറങ്ങിയാൽ നേരം വിളിക്കത്തില്ലല്ല, നാളെയും വിഷയം ഉണ്ടാകത്തില്ലേ. അപ്പോൾ എന്ത് മോന്ത്യമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വരും? ദൈവത്തിന് അറിയാൻ പറ്റുമല്ല, പണ്ട് പറ്റിച്ചതാണെന്ന് അറിയാമില്ല. അപ്പോൾ ഈ പറ്റിപ്പൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് സാക്ഷ്യം അനുഭവം കിട്ടിയാൽ നിങ്ങൾ അപ്പം തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്ത് സാക്ഷ്യം പറഞ്ഞിട്ട് നിങ്ങളുടെ കടം മാറ്റിയേക്കണം. അത് കടവെന്നാണ് പറയണത്. ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുക്കണം, കൊടുക്കാതെ വരുമ്പോൾ കടവാണ്. അതായത് ഞായറാഴ്ച കുർബാന കടവെന്നല്ലേ പറയണത്. കടവെന്ന് പറഞ്ഞതാണ് ദൈവത്തിന് കൊടുക്കാനുള്ളത് നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ചില ഇപ്പോൾ റോമ 1:29 അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്തെന്ന്. അതുകൊണ്ട് എന്ത് പറ്റി? അധമ വികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് വിഷയം, അതാണ് സംഭവം. അധമ വികാരത്തെ നാളെ നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം ദൈവത്തിന് കൊടുക്കാതെ നിങ്ങളുടെ ക്രെഡിറ്റിലാക്കി, നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയതെന്ന് പറഞ്ഞു. ഓക്കെ, അതിപ്പോൾ ഇന്നത്തെ ഇതിൽ നടക്കത്തുള്ളൂ, നാളെ നടക്കത്തില്ല. എന്താ പറ്റുക? നാളെ അധമ വികാരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും ബിസിനസ്സിൽ പോയി ചാടും, അതോടെ നിൻ്റെ കിഡ്നി വരെ അടിച്ചു മാറ്റും. അധമ വികാരം തന്നെ അങ്ങനെയാണ്. ബൈബിൾ അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് തെറ്റ് സംഭവിക്കുന്നത്. കാര്യം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം റോമ 1:29 ആ ദൈവത്തിന് കൊടുക്കാതെ മനുഷ്യന് കൊടുത്താൽ സ്വാഭാവികം എന്താണ്? അധമ വികാരം ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ചിന്ത, പദ്ധതി, വെറുതെ ഒരു പൊട്ടത്തരം തോന്നി ഒരു പറമ്പ് മേടിക്കാൻ തോന്നിയാൽ മതി, അതോടുകൂടി നിൻ്റെ ജീവിതം തീരും. ആ പറമ്പ് മേടിച്ചതോടുകൂടി ചിലപ്പോൾ ജീവിതം തീരും. അപ്പം അതുകൊണ്ടാണ് നിങ്ങളെ അറിയുന്നില്ല, നിങ്ങളെ പലരും നശിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ തന്നെ കയ്യിരിപ്പ് കൊണ്ടാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം തന്നെ കർത്താവ് വരുന്നതിന് മുമ്പ് വന്നൊരു മനുഷ്യനുണ്ട്, അയാൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഒടിഞ്ഞു മടങ്ങി കിടക്കുകയാണെങ്കിൽ വളഞ്ഞതെല്ലാം ഋജുവാക്കണമെന്നാണ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ വളഞ്ഞ വഴികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നേരെ ചടവ് നിവർത്താതെ ദൈവത്തെ പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളഞ്ഞ വഴികളെല്ലാം കയ്യിലുണ്ടെങ്കിൽ നേരെയാക്കി വയ്ക്കണം. ക്ലിയർ ആയിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, IELTS OITP